റൂട്ട്സ് ഓഫ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെൻസിലെ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു വിഭാഗമായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് പഠിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് ഒരു ഫോമുണ്ട്, അതായത് എല്ലാ ടെൻസിനും ഓരോ ഫോമുണ്ട്. ആ ഫോം നമ്മൾ പഠിച്ചു വയ്ക്കുകയാണ് ഏത് ടെൻസാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം ഓഫ് ദി വെർബാണ്. അതായത് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് പ്രസൻറ്റ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ബേസ് ഫോമോ എസ് ഫോമോ ആവാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ സ്റ്റഡീസ് ഹിന്ദി. അവിടെ സ്റ്റഡി വരാതെ സ്റ്റഡീസ് വരാൻ കാരണം ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിലെ വെർബിൻ്റെ എസ് ഫോം വരും. അതേസമയം പ്ലൂറൽ ആണ് സബ്ജക്റ്റെങ്കിൽ, അതായത് ദയ്യ്, വീയ്, അല്ലെ ബോയ്സ്, ഗേൾസ്, അങ്ങനെ സബ്ജക്റ്റിൻ്റെ പ്ലൂറലാണ് എങ്കിൽ അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമിൽ, അതായത് ബേസ് ഫോം എന്ന് പറയും. അപ്പോൾ ഇപ്പം ദയ്യ വരുന്നെങ്കിൽ ദയ് സ്റ്റഡി ഹിന്ദി എന്ന് വന്നതിന്. അതുപോലെ ദയ് പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ വെർബിൻ്റെ എസ് ഫോമും, പ്ലൂറലാണെങ്കിൽ വെർബിൻ്റെ ബേസ് ഫോമും എഴുതുക. അതുപോലെ തന്നെ ഐയോ യുവോ ആണെങ്കിലും അത് ഐക്കൊരു പ്രത്യേകതയുണ്ട്. യുവോ സിംഗുലറും പ്ലൂറലും ആയിട്ട് ഉപയോഗിക്കുമെങ്കിലും അതും എപ്പോഴും അതിൻ്റെ കൂടെ വരുന്നതും സിമ്പിൾ പ്രസൻറ്റിൽ വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും. അതായത് ഐ സ്റ്റഡി, യു സ്റ്റഡി, അങ്ങനെയായിരിക്കും. ഇനി നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുമ്പോൾ, അതായത് സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ പൊതുവായിട്ടുള്ള, അതായത് നമ്മുടെ ശീലങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ, അതുപോലെ പൊതു സത്യങ്ങൾ, അതുപോലെ തന്നെ ആ സെൻറ്റൻസിൽ യൂഷ്വലി, ഓപ്പൺ, ഓൾവേസ്, ജനറലി, എവരിഡേ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു സത്യത്തിന് അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അപ്പോൾ അത് ഒരു പൊതു സത്യമാണ്, അതുകൊണ്ട് അവിടെ സിമ്പിൾ പ്രസൻറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ടൈമിനെ കുറിക്കുന്ന വാക്കുകൾ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി ക്ലാസ് ബിഗിൻസ് അറ്റ് 10 o'clock എവരിഡേ. അപ്പോൾ എവരിഡേ സൂചിപ്പിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അത് സിമ്പിൾ പ്രസൻറ്റാണ്. അതായത് ഇപ്പം നമ്മൾ വെർബ് അതിൻ്റെ ഫോം വെച്ച് നോക്കുമ്പോഴത്തേനും സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഒന്നും കൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ളൊരു സൂചന അതും ഉണ്ടെങ്കിൽ, എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ അപ്പം നമുക്കത് പെട്ടെന്ന് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പം ഇനി നെക്സ്റ്റ് പ്രസൻറ്റ് ടെൻസിൽ അടുത്തത് വരുന്നത് രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫോമുണ്ട്. അതായത് സബ്ജക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഇത് നമുക്കറിയാം, ആമ സാധാരണ വരുന്നത് ഐയുടെ കൂടെയാണ്, ഈസ് വരുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടുള്ളതിൻ്റെ കൂടെയാണ്, ആറ് വരുന്നത് യുവിൻ്റെ കൂടെ വരും. അതുപോലെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ആറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ദി ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ, ഇറ്റ് ഈസ് റെയിനിങ് നൗ, ഐ ആം റൈറ്റിംഗ് നൗ. അപ്പോൾ അവിടെ എല്ലാത്തിനും സമയം സൂചിപ്പിക്കണമെന്നില്ല. ഇനിയും നമുക്ക് ഒരു പ്രത്യേകത, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന സമയത്ത് തുടരുന്ന പ്രവൃത്തി, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുടരുന്ന ഒരു പ്രവൃത്തി, അതിനെ സൂചിപ്പിക്കാനായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ
അത് പറയാൻ വേണ്ടിയിട്ടും അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ മൈ അങ്കിൾ ഈസ് കമ്മിങ് ഫ്രം USA നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അത് നെക്സ്റ്റ് വീക്കിലെ കാര്യമാണ്. അത് സൂചിപ്പിക്കാനാണെങ്കിലും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അതുപോലെ ചില സമയത്ത് നമുക്ക് കാണാം പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അതാണ് പറഞ്ഞത് നൗവ്, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദി മൊമെൻറ്റ്. ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ 2 ടെൻസുകൾ പഠിച്ചു, സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും. ഇനി നമുക്ക് അടുത്തതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ.